പിന്നെ വ്യായാമവും കൃത്യമായി ചെയ്യാൻ പറ്റുന്നത്. ഈ വ്യായാമവും ഇതുപോലെ തന്നെ ഞാൻ തൊട്ടില്ല എന്ന് പറഞ്ഞ് പോയിട്ടില്ല. ഞാൻ കളരി അഭ്യസിച്ച ആളാണ്. അതും ഒരു വർഷമേ അഭ്യസിച്ചുള്ളൂ. ഞാൻ ബാംഗ്ലൂരിലൊക്കെ ജിംനേഷ്യത്തിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ആളാണ്. അതും പൂർത്തിയാക്കിയില്ല. പിന്നെ ജിമ്മിൽ പോയി പിന്നെ ജിമ്മ് ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ അപകടമാണ്. അങ്ങനെ ആരോഗ്യത്തെ വളരെ അലസമായി കണ്ട ഒരു പൂർത്തിയാകാത്ത ചിത്രത്തിന്റെ ഭംഗിയുണ്ടാവും അല്ലെ? പാടി പൂർണ്ണമായിട്ട് മുഴുവിക്കാത്ത പാട്ടിനൊരു ഭംഗിയുണ്ടാവും അല്ലെ? അങ്ങനെ വിടുക എന്നുള്ളതല്ലാതെ അല്ലേ? പക്ഷെ ഇനി ആരോഗ്യം ശ്രദ്ധിക്കണം എന്നാണ് ഒരു അനുജൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങയുടെ എന്റെ പിതാവ് 56-ാമത്തെ വയസ്സിലാണ് മരിച്ചു പോകുന്നത്. ഞാൻ 63 എത്തി. അപ്പൊ ആ ഒരു കാര്യത്തിന് ഞാൻ പിതാവിനെ മറികടന്നു. ആലോചിക്കാറായിട്ടില്ല. അതല്ല ആലോചിച്ച കുറച്ചുകൂടി മുമ്പിലുണ്ടല്ലോ, ഇനിയും ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പുകൾ. ഒരു അനുജന്റെ ഇതുപോലെ ഇനിയിപ്പോ വലിയ തിരക്കുകൾ അങ്ങ് എടുത്ത് വെക്കരുത് എന്നുള്ളതാണ്. എന്തായാലും ശ്രദ്ധിക്കാം കുറെയൊക്കെ ശ്രദ്ധിക്കാം. കാരണം ഇനിയെങ്കിലും കുറച്ച് സമയം അവർക്കും കൂടി കൊടുക്കട്ടെ. കുടുംബത്തിന് ആവശ്യമുണ്ട് സമയം അല്ലേ? പക്ഷെ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ പിന്മാറുന്നു എന്നതായിട്ടല്ല പറയുക ഉണ്ടാവും ഇവിടെ അല്ലേ? അത് പാർട്ടി എന്ത് ചുമതല ഇനി ഏൽപ്പിച്ചാലും പിന്നെ അവിടെ പോയി പ്രസംഗിക്കൂ. ഈ തെരഞ്ഞെടുപ്പിന് പോകുന്നുണ്ടോ? പ്രചരണത്തിന് പോകുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം മുതൽ, കാരണം പിന്നെ CP ജോണൊക്കെ എൻ്റെ വളരെ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഇത് LSCD കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഷിബു ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതാണ്, ക്ലാസ്മേറ്റ്സ് ആണ്. ബേബി ജോണും പാപ്പയും തമ്മിലുള്ള ബന്ധം അറിയാലോ. അവിടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് പോയേ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും ആത്മബന്ധമുള്ളവരാണ്. പക്ഷെ 140 സ്ഥലത്തും പോകാൻ പറ്റില്ല. കുറച്ച് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്നും. സ്നേഹം. താങ്ക് യു. ഭക്ഷണത്തിന് കഴിച്ചു തീർക്കാം. എന്നാലും സംസാരിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കഴിക്കുന്ന കാര്യം വിട്ടുപോയി. അപ്പോ നമ്മുടെ ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രസന്റ് ഹൗസ് എന്നാണല്ലോ. CH അതിപ്പോ മുനീർ സാഹിബ് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുനീർ സാഹിബ് താമസിച്ച വീടുകൾക്കെല്ലാം ഒരു CH ഉണ്ടായിരുന്നു അല്ലേ? വാപ്പ താമസിച്ചതിനും ക്ലിഫ് ഹൗസ് CH, പിന്നെ കന്റോൺമെന്റ് ഹൗസ് രണ്ടാമത്തെ CH, മൂന്നാമത്തത് ക്രസന്റ് ഹൗസ് CH. ആ വീടാണ് നഷ്ടപ്പെട്ടു പോകുമെന്ന നിലയിൽ നിന്ന് ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുനീർ സാഹിബിനെ ചേർത്ത് നിർത്തി ആ വീട് ഇപ്പോ മുനീർ സാഹിബിന്റെ സ്വന്തമായിരിക്കുന്നു. അതായത് മുനീർ സാഹിബിന്റെ മാത്രമല്ല, പാർട്ടിയുടെ കൂടി സ്വന്തമായിരിക്കുന്നു മുനീർ സാഹിബ് വഴി അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരു ഭാഗത്ത് നമ്മളിപ്പോ കാണാമെന്ന് അതുകൊണ്ടല്ല, കുറെ നാളായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു മുനീർ സാഹിബ്. ഭക്ഷണത്തിന് മാത്രമല്ല, ഒരിക്കൽ കൂടി പറയുന്നു, ആരോഗ്യം. തീർച്ചയായും.